ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹം യമനിലേക്ക് ഉറ്റുനോക്കുകയാണ്. നിമിഷപ്രിയയുടെ മോചന കാര്യത്തിൽ എന്താകും തീരുമാനം? വധശിക്ഷ ഒഴിവാകുമോ? നിർണായക മണിക്കൂറുകളാണിത്. യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചന കാര്യത്തിൽ ഇന്നും ചർച്ചകൾ തുടരുകയാണ്. ദിയാദനം സ്വീകരിക്കുന്നതിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളാനാണ് ചർച്ചയിലൂടെ ശ്രമിക്കുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കാനുള്ള ഉത്തരവ് ഇന്നലെയാണ് വന്നത്. കാന്തപുരത്തിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഭാഗത്തു നിന്നുള്ള ചർച്ചകളും നിർണായകമായി. ഇതിനിടെ നിമിഷപ്രിയയ്ക്ക് മോചനം നൽകാനുള്ള നീക്കത്തെ എതിർത്ത് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ രംഗത്ത് വന്നതായി റിപ്പോർട്ടുണ്ട്. വധശിക്ഷ തന്നെ നൽകണമെന്നും ശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചാലും ഉടൻ തന്നെ നടപ്പാക്കുമെന്ന് പ്രതീക്ഷയെന്നും സഹോദരൻ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നു. മിഥുൻ, കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കഴിഞ്ഞ പകൽ പ്രതീക്ഷയുടെ ഒരു ദിവസമായിരുന്നുവെങ്കിൽ ഇന്ന് എന്താണ്, അതായത് യമനിൽ എന്തായിരിക്കും തീരുമാനം ഉണ്ടാകാൻ പോവുക എന്ന് നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട്. പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു. അതിനിടെ ഈ കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ സഹോദരൻ്റെ ചില പ്രതികരണം ആശങ്കപ്പെടുത്തുന്നത് കൂടിയാണ്. എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? ടോം, അതായത് ഇന്ത്യൻ സമയം 1 മണിയോടുകൂടി ചർച്ച വീണ്ടും പുനരാരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഈ ഒരു കൂടിക്കാഴ്ച ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് ഈ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ പ്രതിനിധി ഹബീബ് അബ്ദുറഹ്മാൻ അലി മഷ്ഹൂർ, ഒപ്പം തന്നെ യമൻ ഭരണകൂട പ്രതിനിധികൾ, ജിനായത്ത് കോടതി സുപ്രീം ജഡ്ജ്, കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ, ഗോത്ര തലവന്മാർ എന്നിവരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇവർ കഴിഞ്ഞ 2 ദിവസവും ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ഒപ്പം തന്നെ അതിലൊരു ഭൂരിഭാഗം പേരെ അനുനയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചുവെങ്കിൽ പോലും തന്നെ ഗോത്ര പ്രതിനിധികളും ഒപ്പം തന്നെ സഹോദരൻ ഉൾപ്പെടെയുള്ളവരും ഇപ്പോഴും ഈ ഒരു തീരുമാനത്തിൽ എത്തുന്നില്ല എന്നാണ്, ഒരു അനുകൂല നടപടികളിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആശങ്കയുയർത്തുന്നത്. അതായത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹം കുറിച്ചിട്ടുള്ള ഒരു കുറിപ്പാണ് വലിയ ആശങ്കയായിരിക്കുന്നത്. അതായത് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്ന കുറിപ്പിൻ്റെ ഒരു വിശദാംശം ഇങ്ങനെയാണ്. അതായത് മുൻ വർഷങ്ങളിൽ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇന്ത്യയിലെ പല മാധ്യമങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. എന്നാൽ അതൊന്നും ഞങ്ങളുടെ നിലപാടിൽ 1 ഇഞ്ച് പോലും മാറ്റമുണ്ടാക്കിയിട്ടില്ല. ഒരാൾ കൊല്ലപ്പെട്ടാൽ പകരം മരണശിക്ഷ നൽകുക എന്നതാണ് ഞങ്ങളുടെ നാട്ടിലെ നിയമം. അതുമാത്രമേ ഞങ്ങൾക്ക് സ്വീകാര്യമാകൂ. വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവെച്ചത് അപ്രതീക്ഷിതമായിട്ടാണ്. ഞങ്ങളൊരു അനുരഞ്ജനത്തിനും തയ്യാറാവുകയില്ല എന്ന് അവർക്കറിയാമെന്നിരിക്കെ ഈ നടപടി ദൗർഭാഗ്യകരമാണ്. വധശിക്ഷാ തീയതി തീരുമാനിച്ച ശേഷമുള്ള അനുരഞ്ജനം ഒരു തരത്തിലും സാധ്യമല്ല. വധശിക്ഷ നടപ്പാക്കുന്നത് വരെ ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെയുണ്ടാകും. ശിക്ഷ വൈകുന്നതോ സമ്മർദ്ദമോ ഒരു മാറ്റവും സൃഷ്ടിക്കില്ല. പണം നൽകി രക്തം വാങ്ങാനാവില്ലെന്നും സത്യം മറച്ചുവെക്കാനാവില്ലെന്നും എത്ര വൈകിയാലും കൊലപാതകത്തിനോടുള്ള പ്രതികാരം നടപ്പിലാവുക തന്നെ ചെയ്യുമെന്നും ഈ തലാലിൻ്റെ സഹോദരൻ അബ്ദുൽ ഫത്താഖ് മെഹദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. അതിൽ നിന്ന് നമുക്ക് വെളിവാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ നടപടിയിൽ നിന്ന് അവർ പിന്നോട്ട് പോകുന്നില്ല. ദിയാദനം സ്വീകരിക്കാൻ അവർ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ്. അതൊരു വലിയ വെല്ലുവിളിയായി മാറുന്നു എന്നുള്ളതാണ്. ഇതിൽ ഇന്ന് കാന്തപുരത്തിൻ്റെ ഒരു ഇടപെടലുണ്ടായിരുന്നു. അദ്ദേഹം ഈ അവിടുത്തെ ആത്മീയ നേതാവുമൊക്കെയായി കൂടിക്കാഴ്ച നടത്തി, അതായത് ഫോണിൽ സംഭാഷണം നടത്തുകയുമൊക്കെ ചെയ്യുന്നു. നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചറിയുകയും ചെയ്യുന്നു. പക്ഷേ എന്ത് നിലപാട് ഇനി ഈ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കുമെന്നുള്ളതാണ്. 2 കാര്യങ്ങളുണ്ട് ടോം. അതായത് ഒന്ന്, ഈ ഗോത്ര തലവന്മാരുടെ ആ പ്രതിനിധികളെ അനുനയിപ്പിക്കുക. അവർ നേരത്തെ തന്നെ ഈ പ്രതിഷേധവുമായി രംഗത്തുണ്ടായിരുന്നു. ഈ വധശിക്ഷ തീരുമാനിച്ച് അതിൻ്റെ ഉത്തരവ് പബ്ലിക് പ്രോസിക്യൂട്ടർ കൈമാറിയപ്പോൾ മുതൽ തന്നെ വലിയ ആഘോഷമാക്കിയിരുന്നു ആ മേഖലകളിൽ. അതായത് നോർത്ത് യമനിലെ ഗോത്ര മേഖലയ്ക്ക് ഏറ്റവും സ്വാധീനമുള്ള മേഖലയിലാണ് ഈ ഒരു വലിയ പ്രതിഷേധവും ഒപ്പം തന്നെ വലിയ ആഘോഷ പരിപാടികളും ഒക്കെ നടക്കുകയും ചെയ്തു. പക്ഷേ അതിന് പിന്നാലെയാണ് ഇന്നലെ ഈ ഒരു ആശ്വാസമായി സന ക്രിമിനൽ കോടതി ഈ ശിക്ഷാവിധി അത് നീട്ടിവെച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്ന അതിൻ്റെ നടപടിക്രമങ്ങൾ പിന്നീട് പുറപ്പെടുവിക്കുകയും ചെയ്തതാണ്. പക്ഷേ അതിലൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യം, ഈ സമയമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ മാറ്റിവെച്ചു എങ്കിൽ പോലും തന്നെ എന്നിനി ഇത് നടപ്പാക്കുമെന്ന് അതിനകത്ത് വ്യക്തമാക്കിയിട്ടില്ല. അതാണ് ഇപ്പോഴുള്ള ഒരു ആശ്വാസകരമായിട്ടുള്ള വാർത്ത. പക്ഷേ മറ്റുള്ളത്, ഇനി സമയം എത്രത്തോളം ഉണ്ട് എങ്കിൽ പോലും തന്നെ നിർണായക മണിക്കൂറുകളാണുള്ളത്. എപ്പോൾ വേണമെങ്കിലും പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടാകാം. അത് ഈ കുടുംബം പറയുന്നതനുസരിച്ചിരിക്കും. അവിടുത്തെ ശരീരത്തെ നിയമപ്രകാരം കുടുംബമാണ് അവസാന വാക്ക്, കുടുംബത്തിൻ്റെതാണ് അവസാന വാക്ക്. അതുകൊണ്ട് തന്നെ അവർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നനുസരിച്ച് ഉടൻ തന്നെ വീണ്ടും ഒരു ഉത്തരവിറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സമയം വളരെ കുറവാണ്. അത് കണക്കിലെടുത്തുകൊണ്ട് സൂചിപ്പിച്ചതുപോലെ കുടുംബത്തിൻ്റെതാണ് അവസാന വാക്ക്, അതനുസരിച്ചായിരിക്കും ഇനിയുള്ള തീരുമാനം. ഈ കുടുംബത്തെ അനുനയിപ്പിക്കാത്ര എളുപ്പമുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും സഹോദരൻ ഈ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചതോടെ ഒരു പ്രതീക്ഷ പൂർണ്ണമായും
മങ്ങുന്നു എന്ന് ആണോ മനസ്സിലാക്കേണ്ടത്? അതോ ഇനി ആ കുടുംബത്തെ അനുനയിപ്പിച്ച് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ദിയാദനം അവർ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ മറിച്ചൊരു തീരുമാനമുണ്ടാകും അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഒന്നെങ്കിൽ ഈ ദിയാദനം സ്വീകരിച്ചുകൊണ്ട് ഈ ശിക്ഷാവിധി റദ്ദാക്കുക, അതല്ല എങ്കിൽ ഈ ദിയാദനം സ്വീകരിക്കാതെ തന്നെ മാപ്പ് നൽകുക എന്നുള്ള രണ്ട് വഴികൾ മാത്രമേ ഉള്ളൂ. ആ രണ്ട് വഴികളിലും അതിന് ഉത്തരം പറയേണ്ടത് അല്ലെങ്കിൽ അതിന് ഒരു അനുകൂല നടപടി സ്വീകരിക്കേണ്ടത് ഈ കുടുംബം തന്നെയാണ് എന്നുള്ളതാണ് അവിടുത്തെ നിയമം വ്യവസ്ഥ ചെയ്യുന്നത്. ആ നിയമത്തിനനുസരിച്ച് അവർ മുന്നോട്ട് പോകുമെന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നടത്തിയ ചർച്ചയിൽ ഒരു അനുരഞ്ജന നീക്കമുണ്ടായതായി അവിടുത്തെ യമൻ ഭരണകൂടം തന്നെ അറിയിച്ചതായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ, സ്ഥിരീകരിക്കാത്ത ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. സ്വാഭാവികമായും നേരത്തെ തന്നെ മുൻകാലങ്ങളിൽ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയായി ഈ കുടുംബവുമായി ഒരു അനുരഞ്ജന നീക്കം നടത്താനുള്ള ശ്രമം മനുഷ്യാവകാശ പ്രതിനിധികളും ഒപ്പം തന്നെ ആക്ഷൻ കൗൺസിലും കുടുംബമൊക്കെ ഏറെക്കാലമായി നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ AP അബൂബക്കർ മുസ്ലിയാരുടെ ഒരു ഇടപെടൽ, കാന്തപുരത്തിൻ്റെ ഒരു ഇടപെടൽ വന്നതോടുകൂടിയായിരുന്നു ഈ ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്ന് പോലും ഈ കുടുംബം വ്യക്തമാക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ ചർച്ചകളൊക്കെ നടത്തുകയും ചെയ്തത്. ഇന്നലെയും മെനഞ്ഞാന്നും സമാനമായ രീതിയിൽ നോർത്ത് യമനിൽ ഈ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആത്മീയ നേതാവ്, അതായത് ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള മുസ്ലിം നേതാക്കളിൽ ഒരാളാണ് ഈ ഷെയ്ഖ് ഹബീബ് ഉമർ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ തന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകമാവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞാൽ ഒരുപക്ഷെ ഈ കുടുംബം കേൾക്കുമെന്നുള്ള ഏക പോംവഴി അല്ലെങ്കിൽ ഏക ഒരു കാര്യം മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. അതനുസരിച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതിനിധി മാത്രമാണ് ഇപ്പോൾ ചർച്ച നടത്തുന്നത്. അദ്ദേഹത്തിനോട് നേരിട്ടിപ്പോൾ AP അബൂബക്കർ മുസ്ലിയാർ സംസാരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഷെയ്ഖ് ഈ കുടുംബവുമായി നേരിട്ട് സംസാരിച്ചാൽ ഒരുപക്ഷെ ഇതിൽ നിന്നൊരു മാറ്റമുണ്ടാകുമോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിലപാടിൽ നിന്ന് അവർ പിന്നോട്ട് പോകുമെന്നൊക്കെ കുടുംബവും ഒപ്പം തന്നെ ആക്ഷൻ കൗൺസിലും ഒക്കെ കരുതുന്നുണ്ട്. അത്തരത്തിലൊരു സാഹചര്യത്തേക്ക് എത്തുമെന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷ അർപ്പിക്കുന്നത്. അതുതന്നെയാണ് ഇനി ഏക വഴിയുള്ളത് അല്ലെങ്കിൽ ഏക ആശ്രയമായിട്ടുള്ളത്. മറ്റ് നടപടികളെല്ലാം കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. അതായത് സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള വ്യാപക പ്രചരണം ഇതുമായി ബന്ധപ്പെട്ട് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ നടക്കുന്നുണ്ട്. അത് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അത് ഈ കേസിനെ വലിയ രീതിയിൽ ബാധിക്കും. അത് കുടുംബം കാണുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു പ്രതികരണം സോഷ്യൽ മീഡിയയിൽ ഈ സഹോദരൻ കുറിക്കുകയും ചെയ്ത് അതിൽ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ മാധ്യമങ്ങൾ പലതും ഇതുമായി ബന്ധപ്പെട്ടുള്ള പല വാർത്തകളും നൽകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പരസ്യ പ്രതികരണം പാടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. മറ്റൊന്ന്, ഇനി ഈ ഹർജി ആക്ഷൻ കൗൺസിൽ നൽകിയിട്ടുള്ള ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കാനിരിക്കുകയാണ്. അപ്പോഴും കേന്ദ്രത്തിന് നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് യമനിലെ ഭരണകൂടം അത് താറുമാറായിട്ടുള്ള അവസ്ഥയാണ്. 2 ഭരണകൂടമാണ് അവിടെ ഇപ്പോൾ ഭരണം കൈയാളുന്നത്. അതായത് തെക്ക് വടക്ക് എന്ന രീതിയിലാണ് അവിടുത്തെ ഭരണം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നയതന്ത്ര തലത്തിലോ അല്ലെങ്കിൽ ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ചർച്ചകൾക്കൊന്നും തന്നെ സ്കോപ്പില്ല. അതുകൊണ്ട് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം ആകുന്നതെല്ലാം തന്നെ ചെയ്തു എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതലൊന്നും കേന്ദ്രത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഇടപെടാനില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇനിയുള്ള ഏക പോംവഴി അല്ലെങ്കിൽ ഏക പ്രായോഗികമായിട്ടുള്ള വഴി എന്ന് പറയുന്നത് ഈ ഷെയ്ഖ് ഉമർ ഹബീബിൻ്റെ ഇടപെടൽ തന്നെയാണ്. അതിൽ ഉറ്റുനോക്കിയിരിക്കുകയാണ് ഇനി നിമിഷപ്രിയയുടെ ഈ വധശിക്ഷ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. കേട്ടോ, മിഥുൻ സൂചിപ്പിച്ചതുപോലെ നയതന്ത്ര ചർച്ചകൾക്കിനി സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബത്തിൻ്റെ മനമാറ്റം, അവിടെയാണ് ഇനി മലയാളികളുടെ പ്രതീക്ഷ, നിമിഷപ്രിയയുടെ കുടുംബത്തിൻ്റെ പ്രതീക്ഷ.